നമ്മുടെയൊക്കെ പലരുടെയും വീട്ടിൽ കുടംപുളി, തോട്ടുപുളി എന്ന് പറയുന്ന കുടംപുളിയുടെ മരമുണ്ട്. ഇപ്പം മഴക്കാലത്താണ് അതിൻ്റെ സീസൺ. അപ്പം ഇത് വീഴുമ്പോഴേ നമുക്ക് ഉണക്കിയെടുക്കാനും, മുമ്പ് കാലങ്ങളിലൊക്കെ അടുപ്പിൻ്റെ മേളിൽ തടി കൊണ്ടുള്ള തട്ട്, ചേരെന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള തട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും അടുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ അടുപ്പുണ്ട്, പക്ഷെ നമ്മൾ എപ്പോഴും അടുപ്പ് കത്തിക്കില്ല, എല്ലാ ദിവസവും ഒന്നും കത്തിക്കില്ല. ഇടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ അടുപ്പ് കത്തിക്കുള്ളൂ. അപ്പോൾ എന്താ അപ്പോൾ മാർഗം? അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇതിപ്പോൾ 2 ദിവസത്തെ പുളിയാണ്, 3-4 ഒക്കെ ദിവസവും കിട്ടാറുള്ളൂ. എന്നിട്ട് ഇത് എടുത്തിട്ട് കഴുകാൻ നിൽക്കരുത്. നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി കൊണ്ട് വൃത്തിയായിട്ട് തുടച്ച് അതിൻ്റെ പുറത്തെ മണ്ണും ചെളിയൊക്കെ കളയണം. വൃത്തിയാക്കി എടുത്തിട്ട് ഓരോ എതളും ഇങ്ങനെ മുറിക്കണം. ഇത്തിരി മെനക്കേട്ട പണിയാണ് കേട്ടോ. വലിയ വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കഴിഞ്ഞാൽ പൂത്തു പോകും. അതുകൊണ്ട് ഇത് ഓരോന്നും ഇങ്ങനെ മുറിച്ചിട്ട്, ഇപ്പോൾ മഴ വന്നും പോയി നിൽക്കുന്ന സമയമാണല്ലോ, അപ്പം ചെയ്യാൻ പറ്റുന്നത് വെയിലുള്ളപ്പം വെയിലത്ത് വെക്കുക. ഇപ്പം ഇത് ഞാൻ 2 ദിവസം ഉണക്കിയ പുളികൾ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് ഈ പുളി ഇതുപോലെ തന്നെ കിട്ടി. നമ്മൾ 2 ദിവസത്തെ പുളിയാണെന്ന് തോന്നിയത്. ഇത് ഇങ്ങനെ ഉണക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരെ ഇത് എയർ ഫ്രയറിലേക്ക് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അത് നോക്കിയിട്ടേ വെക്കാവുള്ളൂ. അതിൻ്റെ ആ ഒരു വെള്ളം നോക്കിയിട്ട് 5 മിനിറ്റ് വീതം വെച്ചാൽ മതി. 5 മിനിറ്റ് വെച്ച് എടുത്ത് മാറ്റി അതിൻ്റെ ആ ചൂടോടെ തന്നെ, രാത്രിയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിരുന്നാൽ മതി, ചൂട് പോകാതിരുന്നോളൂ. പകലാണെങ്കിൽ ആ ചൂട് പോകുമ്പോൾ മേ ബി ഒരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോളം ചൂട് നിൽക്കും. മഴയത്തൊക്കെ ആണെങ്കിൽ എയർ ഫ്രയറിൽ, അല്ലെങ്കിൽ എയർ ഫ്രയർ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ പല വീട്ടിലും, നമ്മുടെ ഇടത്തരക്കാരുടെയൊക്കെ പല വീട്ടിലും ഓവനോ മൈക്രോവേവ് ഓവനോ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. ഇത് ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല, ചൂടൊന്ന് കിട്ടിയാൽ മതി. എന്നിട്ട് ഇത് അങ്ങനെ മാറ്റി വെച്ച് ഉണക്കി ഇടയ്ക്ക് ഓരോ ദിവസവും കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ചൂട് കൊടുത്ത് എടുത്ത് മാറ്റും. അതങ്ങനെ ഇരിക്കട്ടെ. ഇനി അടുത്ത സെറ്റിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഇത് കുറച്ച് വലിയ കഷ്ണങ്ങളാണ്. ഇവിടെ ഗ്രഹനാഥനാണ് ഇത് മുറിച്ചത്, ഞാനല്ലായിരുന്നു. അപ്പം ഇത് വലിയ കഷ്ണങ്ങളായിട്ടാണ് അദ്ദേഹം മുറിച്ചത്. മുറിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് പൂത്തുപോയി മുഴുവൻ. അപ്പം ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നേരെ ആദ്യം ഇത് ആ പൂപ്പലോട് കൂടി, കാരണം പൂപ്പലോട് കൂടി നമ്മൾ തുടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ അഴുകി പോകും. അതായിരുന്നു ഇതിൻ്റെ ഒരു അവസ്ഥ. അതിൻ്റെ ഒരു ടെക്സ്ചർ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ എന്താ ചെയ്താൽ, ആദ്യം ഇത് 10 മിനിറ്റ് എയർ ഫ്രയറിൽ വെച്ച് ചൂടാക്കി എടുത്തതിന് ശേഷം അത് തണുത്ത് പിന്നെ 2 മണിക്കൂറോളം അതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട്, അപ്പോഴും ആ പൂപ്പലിൻ്റെ അംശം അതിലുണ്ടല്ലോ, അപ്പോഴും എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ള ഉണങ്ങിയ കോട്ടൺ തുണി കൊണ്ട് ഓരോന്നും തുടച്ചിട്ട് പിന്നെ അതിനെ ഓരോന്നിനെയും കട്ട് ചെയ്ത് ചെറുതാക്കി. കാരണം വലുതായിട്ടിരുന്ന് കഴിഞ്ഞാൽ പൂത്തു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ചെയ്തതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചധികം ആയിപ്പോയി. പക്ഷേ ഇപ്പോൾ മഴ നിൽക്കുകയാണെങ്കിൽ ഇത് അത്ര കുഴപ്പമില്ല. ഇനി ഒന്ന് ഉണങ്ങിയതിന് ശേഷമേ നമ്മൾ ഉപ്പും വെളിച്ചെണ്ണയും, കല്ലുപ്പും വെളിച്ചെണ്ണയും പുരട്ടിയിട്ട് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് പഴയ ബാച്ചുകളെല്ലാം കൂടെ 2-3 ദിവസത്തെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുക, ഏകദേശം ഉണക്കം ഒരു പരുവാകുമ്പോൾ. അതങ്ങനെ നിൽക്കട്ടെ. ഇപ്പം ഇന്നത്തേത് കാണിച്ചു തരാം. ഇപ്പം ഇത് ഇന്ന് കിട്ടിയതാണ്. ഇത് ഇന്നും ഇന്നലെയും കൂടെ കിട്ടിയത് 3 പുളി വീതം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ പൊട്ടിച്ചില്ല, കുറച്ചധികം പഴുക്കാത്തതായിരുന്നു. അപ്പോൾ ഇന്നത് ഞാൻ തുടച്ചെടുത്ത് ഇത് മുറിച്ച് ഓരോ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ട് ഇത് നേരെ ഇപ്പം എയർ ഫ്രയറിലോട്ട് വെക്കാൻ പോവാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ 10 മിനിറ്റ് വെക്കുന്നു. കാരണം കണ്ടില്ല, ഇതിനകത്തിലെ ചെറിയ വെള്ളമയമൊക്കെ ഉണ്ട്. പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ആ പൾപ്പിൽ നിന്ന്, ആ പൾപ്പ് കുറച്ച് ഇതേ പറ്റുമല്ലോ. കാരണം നല്ലോണം തുടച്ചിട്ടാണ് ഇത് മുറിക്കുന്നത്. എയർ ഫ്രയറിലൊന്നും വെച്ച് കൊടുക്കണം. ഇപ്പം ഉപ്പും വെളിച്ചെണ്ണ ഒന്നും ഇടുന്നില്ല. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എയർ ഫ്രയറിലോട്ട് വെച്ചിട്ട്. ഇത് മൈക്രോവേവ് ഓവനോ അല്ലെങ്കിൽ സാധാരണ ഓവനോ എന്തിലും ചെയ്യാം. പിന്നെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാത്രങ്ങൾ ഉപയോഗിച്ചോണം എന്നേ ഉള്ളൂ. ഇത് 10 മിനിറ്റ് വെച്ചിട്ട്, ഇപ്പം വെയിൽ തീരെ ഇല്ല, 10 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വെയിൽ തീരെ ആകാത്തത് കൊണ്ട് ഇപ്പം 10 മിനിറ്റ് സെറ്റ് ചെയ്യാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഒരു 1-2 മണിക്കൂർ ആ ചൂട് നിൽക്കും. ആ ചൂട് കഴിഞ്ഞിട്ട് എടുത്തിട്ട് വെയിൽ വരുവാണെങ്കിൽ വെയിലത്ത് വെക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒന്നുകൂടി ഒരു 5 മിനിറ്റ് 1-2 പ്രാവശ്യം അങ്ങനെ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് പുളി ഉണക്കിയെടുക്കാം. ഇനി നമ്മുടെ ഇന്നത്തെ വെയിറ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് കാണണ്ടേ. ഇത് ഞങ്ങളുടെ ഈ സീസണിലെ ഏറ്റവും അവസാനത്തെ ചക്ക. ഒരു വലിയ മാങ്ങയുടെ വലിപ്പമേ ഉള്ളായിരുന്നു. അപ്പം പാത്രം തന്നെ എടുക്കുക, എൻ്റെ വൃത്തിയുള്ള പാത്രം. ആ ചക്ക ശരിക്കും പറഞ്ഞാൽ 4-5 ചുള്ളയേ ഉള്ളായിരുന്നു.
അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്ക് മോൾക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അത് കുറച്ച് മതിയല്ലോ, കുറച്ച് അതുണ്ട്. പിന്നെ അതിന് കറിയായിട്ട് മധുര മാങ്ങ അച്ചാറ്. ചാറ്. അയ്യോ, ഞാൻ നാരങ്ങയുടെ കുപ്പിയാണ് എടുത്തത്, കുഴപ്പമില്ല. മധുര മാങ്ങ എടുക്കാം, അതിനിപ്പോൾ എടുക്കാം. ഇതാ മധുര മാങ്ങ അച്ചാറ്. ഈ ചക്കച്ചുളയ്ക്കും ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ആവശ്യത്തിന് കട്ടത്തൈര്. ഇനി ധാരാളം പൂവമ്പഴം പഴുത്തതുണ്ട്. അതുമാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്.